മഹാവിഷ്ണു മോഹിനി രൂപം പൂണ്ടതിന് പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്ന് ദേവന്മാരെ കബളിപ്പിച്ച് അസുരന്മാർ കൊണ്ടുപോയ അമൃതകുംഭം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ദുർവാസാവിൻ്റെ ശാപം കൊണ്ട് ജരാതരകൾ ബാധിച്ച ദേവഗണത്തെ കൂടുതൽ ഊർജ്ജസ്വലരാക്കാനും അവരുടെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കാനും അമൃത് കൂടിയേ തീരൂ എന്നുള്ള അവസ്ഥയിലാണ് അമൃത കുംഭവുമായി അസുരന്മാർ കടന്നു കളഞ്ഞു. ദേവഗണങ്ങൾ ഒന്നാകെ മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്തി ഇതിനൊരു പരിഹാരം കാണണമെന്ന് നിർദ്ദേശിച്ചപ്പോൾ അദ്ദേഹം അതീവ സുന്ദരിയായ മോഹിനിയുടെ വേഷത്തിൽ അസുരഗണങ്ങളുടെ അടുത്ത് എത്തി. വളരെ അതിസുന്ദരിയായ മോഹിനിയെ കണ്ട് അസുരന്മാർ അവരെ വിവാഹം കഴിക്കാൻ പലരും മോഹിച്ചു. പലരും ആ ആഗ്രഹത്തോടുകൂടി സമീപിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഓരോരുത്തരായി ഓരോ അസുരന്മാരായി മോഹിനിയെ സമീപിച്ച് വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ ആകെ വിഷമിച്ചു മോഹിനി. മോഹിനി പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ, അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ ഞാൻ ആകെ കഷ്ടത്തിലാവും. അതുകൊണ്ട് ഞാനൊരു ഉപായം പറയാം. ആ ഉപായം അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരാളെ വിവാഹം കഴിക്കാൻ എനിക്ക് സാധിക്കുകയും അനുരൂപനായ ഒരാളെ കണ്ടെത്താൻ എനിക്ക് കഴിയുകയും ചെയ്യും. ആ ഉപായം എന്താണ് എന്ന് അസുരന്മാർ അന്വേഷിച്ചപ്പോൾ, ഞാൻ ധന്വന്തരിയുടെ ഇളയ അനുജത്തിയാണ്. ഞാൻ നിങ്ങൾക്ക് അമൃത് വിളമ്പിത്തരാം. പക്ഷേ ഞാൻ അമൃത് വിളമ്പിത്തരുന്നത് വരെ നിങ്ങൾ കണ്ണു തുറക്കാൻ പാടില്ല. നിങ്ങളിൽ ആര് അവസാനം കണ്ണു തുറക്കുന്നുവോ അവരെ ഞാൻ വിവാഹം കഴിക്കും എന്നൊരു ഉപായമാണ് പറഞ്ഞത്. ആ ഉപായം സ്വീകരിക്കാൻ എല്ലാ അസുരന്മാരും തയ്യാറായി. അസുരന്മാരെല്ലാവരും കണ്ണടച്ചിരിക്കുന്ന അവസരത്തിൽ അമൃതുമായി മോഹിനി കടന്നു കളഞ്ഞു. അങ്ങനെ മോഹിനി രൂപം പൂണ്ട മഹാവിഷ്ണു തങ്ങൾക്ക് നഷ്ടമായ അമൃതകുംഭം വീണ്ടെടുക്കുകയും ദേവലോകത്ത് അത് ദേവന്മാർക്കൊക്കെ വിതരണം ചെയ്ത് അവരെ ജരാനരകൾ, ദുർവാസാവിൻ്റെ ശാപം കൊണ്ട് ജരാനരകൾ ബാധിച്ച അവരെ അതിൽ നിന്നൊക്കെ മോചിപ്പിച്ച് ആയുരാരോഗ്യമുള്ളവരും തേജസ്സുള്ളവരാക്കിയും മാറ്റിയെടുക്കുകയുണ്ടായി. വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ശക്തി സ്വരൂപങ്ങൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്ന ഒരു പുത്രനു മാത്രമേ മഹിഷിയെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ. മഹിഷീവധം സാധ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് അയ്യപ്പൻ്റെ ജനനം. അയ്യപ്പൻ്റെ ജന്മകഥകളുമായി വീണ്ടും അടുത്ത ദിവസം നമുക്ക് കാണാം.